ഇപ്പോൾ നമുക്കൊപ്പം എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ് ടി ചേരുകയാണ്. എടവണ്ണയിലെ ഒതായി സ്വദേശിക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ അഭിലാഷ്, നിപ്പ ജാഗ്രതയിലായിരുന്നു മലപ്പുറം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എംപോക്സ് കൂടി അവിടെ സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് അവിടെ നൽകിയിരിക്കുന്നത്? എന്തൊക്കെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം? ഈ ഒതായി സ്വദേശിയെ താങ്കൾക്ക് പരിചയമുള്ള വ്യക്തിയാണോ? നേരിട്ട് പരിചയമുള്ള ആളല്ല. അവിടെ ഇന്നലെയൊക്കെ ആയിട്ട് ആരോഗ്യ പ്രവർത്തകർ വീടും പരിസരമൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 29ഓളം ആളുകളായിട്ടാണ് കോണ്ടാക്ട് ഉണ്ടായിരുന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ അവരെ വീടുകളിൽ തന്നെ നിൽക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. UAE-യിൽ നിന്ന് മടങ്ങിയെത്തിയ വ്യക്തിയാണെന്ന് അറിയുന്നു. അതെ അതെ, 13-ാം തീയതി രാത്രിയാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ തന്നെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നോ? പനി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അന്ന് രാത്രി തന്നെ അടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടി എത്തിയിട്ടുണ്ട്. വീട്ടിലേക്ക് പോകുന്നതാണ്. നമ്മൾ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഫോളോ ചെയ്ത് വരികയായിരുന്നു. ആ രീതിയിലുള്ള സർവൈലൻസ് ഒക്കെ വിമാനത്താവളങ്ങളിൽ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെ ഇത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല, പനി ലക്ഷണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് അറിഞ്ഞത്. അതിനുശേഷം അതുകൊണ്ടാണ് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ. അവിടെ നിന്ന് പിന്നീട് വീട്ടിലേക്ക് പോയോ അതോ അവിടെ തന്നെ ചികിത്സ? വീട്ടിലേക്ക് പോകുന്നു. അന്നും പിറ്റേ ദിവസം പിന്നെ 16-ാം തീയതിയാണ് ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആണ്. 15-ന് 16-ാം തീയതി 16-ന്. അതിനുശേഷം നടത്തിയ പരിശോധനകളിലൂടെ ഇന്നാണ് സ്ഥിരീകരിക്കപ്പെടുന്നത് അല്ലേ? പക്ഷെ കഴിഞ്ഞ ദിവസം തന്നെ ആരോഗ്യ പ്രവർത്തകർ ഇത് സംശയിച്ച് എന്തൊക്കെ മുൻകരുതലുകൾ? അദ്ദേഹവുമായി കോൺടാക്റ്റിലുള്ളവരൊക്കെ ഇപ്പോൾ ഐസൊലേഷനിലാണോ? അതെ അതെ അതെ, നിലവില് 29ഓളം സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളടക്കം 29 ആളുകളാണ് അവിടെ സമ്പർക്കം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെടുന്നുണ്ടോ? അതെ, വീട്ടിലത്തെ സ്ത്രീകൾ മാത്രമാണ്. അവിടെ കുടുംബാംഗങ്ങൾ മാത്രമാണ്. പിന്നെ ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സുമായിട്ടൊക്കെ അടുത്ത കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ട് അല്ലേ? വിദേശത്ത് നിന്ന് മടങ്ങിയെത്തി ഒരു ദിവസം മാത്രം പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് വീട്ടിലേക്ക് പോയി എന്ന് പറയുന്നു. അവിടെ നിന്ന് രോഗം ഭേദമായി പോവുകയായിരുന്നോ? അതാണ് മനസ്സിലാക്കുന്നത്. പനി മാത്രമല്ല കണ്ടിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് പനിയായിട്ട് ബന്ധപ്പെട്ട മരുന്ന് വാങ്ങിയിട്ട് വന്നതാണ്. ഇപ്പോൾ എങ്ങനെയാണ് അവിടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്? ഇന്ന് പകലൊക്കെ ആരോഗ്യ പ്രവർത്തകര് കൃത്യമായി വീടും പരിസരത്തെ ആളുകൾ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ നേതൃത്വത്തിലുള്ള ടീം അവിടെ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. RRT ടീമുകളടക്കം നാളെ തൊട്ട് പ്രവർത്തനം ആരംഭിക്കും. ഈ കോൺടാക്റ്റിലുള്ള 29 പേർ എന്ന് പറയുന്നവർ വീട്ടിൽ തന്നെ ഐസൊലേഷനിലാണോ അതോ അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ? അല്ല, വീട്ടിൽ തന്നെയാണ്. ഇപ്പോൾ അടുത്ത ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശം ബാക്കി കാര്യങ്ങൾ ചെയ്യും. ഈ മറ്റെന്തെങ്കിലും ഈ കോൺടാക്റ്റിലുള്ളവർ അല്ലാതെ മറ്റാരെങ്കിലും അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ളവർ എന്തെങ്കിലും മുൻകരുതലുകൾ സ്വീകരിക്കണം എന്ന നിർദ്ദേശമുണ്ടോ? നിലവിൽ ഇവരെ ഈ പറഞ്ഞ 29 പേരോടാണ് നമ്മൾ നിർദ്ദേശം നൽകി. ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റ് ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശങ്ങൾ ഈ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കും ആവശ്യപ്പെടുന്നതനുസരിച്ച്. ഈ ആദ്യം പോയ ആശുപത്രി അവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ അവർ റിസ്ക് കാറ്റഗറിയിൽ വരുന്നവരായിരിക്കുമോ? അവരൊക്കെ ഈ ലിസ്റ്റിലുണ്ട്. 29 പേരുടെ ലിസ്റ്റിൽ സ്വകാര്യ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുണ്ട് അല്ലേ? ഈ വ്യക്തിയുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്താണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്? സാധാരണ നമ്മളൊക്കെ ചിക്കൻ ബോക്സിന്റെ ലക്ഷണങ്ങൾ മാത്രമാണ് നമുക്ക് നാട്ടിലൊക്കെ കണ്ടുവരുന്നത്. ചിക്കൻ ബോക്സ് പോലുള്ള ആ ലക്ഷണമാണ് കണ്ടിട്ടുള്ളൂ. അത് വേറെ ഒന്നും ഇല്ലാതെ അറിയാൻ കഴിയും. ആരോടെങ്കിലും ബന്ധുക്കളോടോ മറ്റോ സംസാരിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിരുന്നോ? അവര് ആശങ്കയിലാണോ അതോ? ഇല്ല, അവിടെ ഗ്രാമപഞ്ചായത്ത് അംഗം, അവിടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് അവിടുത്തെ പഞ്ചായത്ത് അംഗം. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട്. അപ്പോൾ തൽക്കാലം ഈ കോണ്ടാക്റ്റിൽ വന്നവർക്ക് ഉള്ള നിർദ്ദേശങ്ങളും ഐസൊലേഷനും മാത്രമേ ഉള്ളൂ. മറ്റ് വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളോ ജാഗ്രതയോ
ഇല്ല. ഒന്നുമില്ല. മാസ്ക് ധരിക്കുക അങ്ങനെയൊന്നുമുള്ള ഒരു നിർദ്ദേശങ്ങളും ഇല്ല അല്ലേ? മാസ്ക് ധരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി ആരോഗ്യ വകുപ്പ് നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി അവിടെ അത് നിപ്പയുമായി ബന്ധപ്പെട്ടാണോ? അത് നിപ്പ ജാഗ്രതയുമായി ബന്ധപ്പെട്ടാണോ? അല്ല, നിപ്പന്റെ പ്രോട്ടോകോൾ നമ്മളെ പഞ്ചായത്തിലില്ല, നമ്മളെ തൊട്ട പഞ്ചായത്തിലുള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മാസ്ക് ധരിക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം നൽകിയിട്ടുണ്ട്. അത് എടവണ്ണ പഞ്ചായത്തിൽ മാത്രം. എടവണ്ണ പഞ്ചായത്തിന്റെ ഈ ഭാഗങ്ങളിൽ ഈ വാർഡ് നിൽക്കുന്ന പ്രദേശങ്ങൾ, ഈ രോഗിയുള്ള പ്രദേശങ്ങളിൽ. ഓക്കെ. വളരെ നന്ദി ശ്രീ ടി അഭിലാഷ് ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന്. എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റാണ്. 29 പേർ, ഏറ്റവും അടുത്ത കോൺടാക്റ്റിൽ വന്നിട്ടുള്ള 29 പേർ നിരീക്ഷണത്തിലുണ്ട് എന്നതാണ് പറയുന്നത്. ഈ